സ്ക്രോൾ ചെയ്യരുതേ. ഇന്ന് വല്ലാതെ മനസ്സ് മടുത്തിരിക്കുവാണോ? ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കരികിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മുടെ മനസ്സ് എത്രമാത്രം തുറന്ന മനസ്സ്, അതായത് ഓപ്പൺ അപ്പായി വിശ്വാസത്തിൽ നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. ഇന്ന് മടുത്ത് വിഷമിച്ച് ടയേർഡായി ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ആത്മാവിൽ കൈകോർത്ത് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിതാവിൻ്റെ മഹത്വം വെളിപ്പെടും. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കായി പ്രവർത്തിക്കും. യേശുവേ, അങ്ങയുടെ വചനത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം മനസ്സ് മടുത്തിരിക്കുന്ന സഹോദരങ്ങൾ, കർത്താവേ, ചില കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാമേലാതെ വിഷമിച്ചിരിക്കുന്നു. മാനസിക അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധികളില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയും. സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പരിമിതികളില്ലാത്ത അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തന നിരതമാകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എഫെസോസ് 3:20 വചനം ഈശോൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു കാണിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുത്തേക്ക് എപ്രകാരമാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയിലൂടെ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ നടുവിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ മിശിഹായുടെ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. എനിക്കറിയാമല്ലോ എത്ര പേർക്ക് ആത്മാവിൽ ആ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെന്ന്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്ന നിമിഷം പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് നമ്മളിലേക്ക് ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ശക്തി നിറയപ്പെടുന്ന നിമിഷം അവിടുന്ന് ഞങ്ങളുടെ തൊട്ടരികിൽ നിൽക്കുന്നതായിട്ട് ഞങ്ങൾ അറിയും. ഈശോയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് ഈശോ അനേകരെ തൊടുകയാണ് കേട്ടോ. നിന്നെ തൊടുകയിപ്പോൾ എൻ്റെ അരികിൽ ഈശോയുണ്ട്. നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിന് അടയാളമായിട്ടാണ് അവിടുന്ന് ഇപ്പോഴും ആണിപ്പഴുതുള്ള കരങ്ങൾ, ഇപ്പോഴും ഈശോയുടെ കൈകൾ ആണിപ്പഴുതുകളുണ്ട്. കാരണം അവൻ നിനക്കായി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിൻ്റെ അടയാളമാണത്. ആ ആണിപ്പഴുതുള്ള കരം വെച്ച് അവൻ നിന്നെ തൊടുന്നു, അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുന്നു. മനസ്സിന് ഒത്തിരി വേദന ഏറ്റ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഗീവപ്പ് ചെയ്ത് ആത്മഹത്യ ചിന്തയിൽ പല തകർച്ചയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഇന്ന് കർത്താവ് വിടുവിക്കുകയാണ് കേട്ടോ. നിങ്ങളെ ചേർത്ത് നിർത്തി കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ നിമിഷം സ്വാതന്ത്ര്യത്തിലേക്ക് നൽകുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. പലപ്പോഴും നമുക്ക് ഈ അനുഭവിക്കുന്ന ഈ വലിയ സമാധാനം ഉണ്ടല്ലോ, പ്രാർത്ഥിക്കും. അതെന്നാണെന്നറിയോ? ദൈവം നമ്മളെ കെട്ടിപ്പിടിച്ച് അപ്പനൊരു കുഞ്ഞിന് ചക്കരയുമ കൊടുക്കുന്ന പോലത്തെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആത്മാവാകാൻ ദൈവം നമുക്ക് സമീപസ്ഥനായി തീരുന്നതാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലോ മെസ്സേജിലോ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എഴുതി അറിയിക്കാവുന്നതാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിറയപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. കർത്താവ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിലൊക്കെ പങ്കുവയ്ക്കാണ്ട് അത് മറ്റുള്ളവർക്ക്, ഇത് വായിക്കുന്നവർക്കൊക്കെ പ്രചോദനമാകും, വിശ്വാസത്തിൽ മുന്നേറുവാൻ അവർക്ക് കരുത്താകും. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ രാജ്യം ഇത് ആത്മാവിലാണ് നമ്മൾ പണിയുന്നത്. ദൈവരാജ്യം എന്നുള്ളത് അത് ആത്മാവിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവരാജ്യം എന്നുള്ളത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആ സമാധാനവും സ്വർഗീയമായ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയുള്ള നീതീകരണവും നമ്മളിൽ നിറയപ്പെടുമ്പോൾ, നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, ആ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ സ്വർഗീയമായ സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവെ, ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പരസ്പരം ഒന്ന് സ്ക്രീനിലോട്ടൊന്ന് കരനീട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നമുക്ക് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷം. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.